19 സിനിമകൾക്ക് പ്രദർശന അനുമതി നിഷേധിച്ചുകൊണ്ട് ഈ മേളയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റം. അതിൻ്റെ ഫലമായി ആദ്യ ദിവസങ്ങളിൽ 10ഓളം സിനിമകളുടെ പ്രദർശനം റദ്ദാക്കേണ്ടി വന്നു. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിഷേധത്തെ തുടർന്ന് 13 സിനിമകൾക്ക് പ്രദർശന അനുമതി ലഭിച്ചു. എന്നിട്ടും 6 എണ്ണത്തിലുള്ള പ്രദർശനാനുമതി നിഷേധിച്ചു. ഭിന്നസ്വരങ്ങളെയും വൈവിധ്യമാർന്ന സർഗാവിഷ്കാരങ്ങളെയും അടിച്ചമർത്തുന്ന സംഘപരിവാർ നയങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമായി വേണം ഇതിനെ കാണുക. അങ്ങേയറ്റം അപഹാസ്യമായ തീരുമാനങ്ങളായിരുന്നു കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ. ഉദാഹരണത്തിന് ബീഫ് എന്ന പേരിലുള്ള സ്പാനിഷ് സിനിമയുടെ പ്രദർശന അനുമതി അവർ നിഷേധിച്ചു. എന്താണ് കാരണം? ബീഫ് എന്നാൽ അവർക്ക് ഒരർത്ഥമേ ഉള്ളൂ. എന്നാൽ ബീഫ് എന്ന ഭക്ഷണ പദാർത്ഥവുമായി സിനിമയ്ക്ക് കുലബന്ധം പോലും ഇല്ലായിരുന്നു. സ്പാനിഷ് ജനപ്രിയ സംഗീതമായ ഹിപ്പ് ഹോപ്പ്, ആ ഹിപ്പ് ഹോപ്പുമായി ബന്ധപ്പെട്ട സിനിമയായിരുന്നു. ഹിപ്പ് ഹോപ്പ് സംഗീത സംസ്കാരത്തിൽ ബീഫ് എന്നാൽ അർത്ഥം പോരാട്ടം, കലഹം എന്നൊക്കെയാണ്. ഇത് തിരിച്ചറിയാതെ ബീഫ് എന്ന് കേട്ടയുടെ ഇവിടുത്തെ ബീഫാണ് അതിനെതിരെ വാടെടുക്കുന്ന നിലയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. എത്ര പരിഹാസ്യമായ കാര്യമാണ് ഇതിലെന്ന് നോക്കുക. ഒടുവിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന ബീഫല്ല ഇതെന്ന് മനസ്സിലായപ്പോഴാണ് അതുൾപ്പെടെയുള്ള സിനിമകൾക്ക് പ്രദർശന അനുമതി നൽകുന്നത്. മറ്റൊരു പ്രധാന സിനിമ പ്രദർശനാനുമതി നിഷേധിച്ചവയുടെ കൂട്ടത്തിൽ ലോക ക്ലാസിക്കായ ബാറ്റിൽഷിപ്പ് പ്രൊട്ടക്റ്റീവ് എന്ന സിനിമയാണ്. വിഖ്യാത ചലച്ചിത്രകാരൻ ഐൻസ്റ്റീൻ്റെ ഈ സിനിമ ഇവിടെ തന്നെ എത്രയോ തവണ നമ്മൾ പ്രദർശിപ്പിച്ചു. മാത്രമല്ല ചലച്ചിത്ര വിദ്യാർത്ഥികൾ ആവർത്തിച്ച് പഠിക്കുന്ന സിനിമ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ലോക സിനിമയെ പറ്റിയുള്ള കേന്ദ്ര ഭരണ സംവിധാനത്തിൻ്റെ അജ്ഞതയുടെ നിർലജ്ജമായ പ്രകടനമായി വേണം ഈ തീരുമാനത്തെ കടക്കാൻ.